തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്ന് മനീഷ് മഹിബാല് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മനീഷ്, എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ നേരുന്നു. ഈദ് മുബാറക്. മനീഷ്, അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? എന്താണെങ്കിൽ ഇവിടെ അനുകൂലമായ സാഹചര്യമാണ്. മഴ മാറി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഏകദേശം 1000-ലധികം ആളുകൾക്ക് ഒരേ സമയം തന്നെ ഈദ്ഗാഹിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ മഴ മാറി നിൽക്കുന്നത് വിശ്വാസികൾക്ക് വലിയ ആഹ്ലാദം തരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. 7:30 ഈദ്ഗാഹിൽ നമസ്കാരം ഔദ്യോഗികമായി തന്നെ തുടങ്ങുക. പാളയം മുസ്ലിം ജമാഅത്താണ് ഇവിടെ ഈ ഈദ്ഗാഹ് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, പുറത്ത് സംഘടിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നമസ്കാരത്തിനാണ് ഈദ്ഗാഹ് എന്ന് പറയുന്നത്. മഴയാണെങ്കിൽ സാധാരണ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ മഴ ഈ സമയത്ത് വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ പാളയം പള്ളിക്കകത്ത് വെച്ചായിരിക്കും ഈ നമസ്കാരം നടക്കുക. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയില്ല, മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് വിശ്വാസികൾക്ക് അനുകൂല ഘടകമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകമായ സ്ഥലം ഒരുക്കിയിട്ടാണ് അവിടെ നമസ്കാരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഡോക്ടർ VP സുഹൈബ് മൗലവിയാണ് ബലിപ്പെരുന്നാൾ ആശംസകൾ നൽകുന്നത്. പാളയം ഇമാമാണ് അദ്ദേഹം. മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ പെരുന്നാൾ ദിനത്തിനോടനുബന്ധിച്ച് ബലിപ്പെരുന്നാൾ ദിനത്തിൽ നൽകുന്ന സന്ദേശങ്ങളിലൊക്കെ തന്നെ ഒരുപാട് വലിയ പ്രസക്തിയുള്ള വിഷയങ്ങളെ പറ്റി അദ്ദേഹം സംസാരിക്കാറുണ്ട്. പലസ്തീൻ വിഷയത്തെ പറ്റി അദ്ദേഹം സംസാരിക്കാറുണ്ട്. ഒപ്പം തന്നെ ലോകത്ത് ലഹരി വലിയൊരു വിപത്തായി മാറിയ കാലത്ത് ലഹരിയെ പറ്റിയുള്ള പല സന്ദേശങ്ങളും അദ്ദേഹം പറയാറുണ്ട്. ഒപ്പം തന്നെ സ്നേഹത്തിനെ പറ്റിയും സമാധാനത്തിനെ പറ്റിയും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പോൾ ഈ ഒടുവിലായി നടന്ന യുദ്ധങ്ങളെ, ഈ ഇന്ത്യ പാക് യുദ്ധത്തെ പറ്റിയുള്ള ചില പരാമർശങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാളയത്തെ നമസ്കാരം ഈദ്ഗാഹ് തുടങ്ങുക 7:30 VP സുഹൈബ് മൗലവി ഈ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകും. മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികൾ ഇവിടെ ഒഴുകിയെത്തുകയാണ്. ഇനിയും സമയമുണ്ട്. ഇനിയും 7:30 പ്രധാനപ്പെട്ട നമസ്കാരം തുടങ്ങാൻ സമയമായുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന, ഈദ്ഗാഹ് സംഘടിപ്പിക്കാൻ എത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് പാളയത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ ഈ മൈതാനത്ത്. അവിടെ നമുക്ക് കാണാം വിശ്വാസികൾ അവരുടെ വലിയ പെരുന്നാൾ അല്ലെങ്കിൽ ബലിപ്പെരുന്നാളിന് വേണ്ടിയിട്ട് ആ ദിനം അവർ കാണുന്നത് പുണ്യദിനമായിട്ടാണ്. സാധാരണ ചെറിയ പെരുന്നാൾ നോമ്പ് കാലത്തിന് ശേഷം വരുന്നുവെങ്കിൽ ഇത് ഹജ്ജ് കർമ്മങ്ങളുടെ കാലത്താണ്. ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്താണ് വലിയ പെരുന്നാൾ അല്ലെങ്കിൽ ബലിപ്പെരുന്നാൾ സംഘടിപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ച് ത്യാഗത്തിന്റെ സ്മരണ പുതുക്കുന്ന, സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പുണ്യദിനമാണിന്ന്.